അന്ന് പാസ് എന്നുള്ള പടം വന്ന് 2 ലാംഗ്വേജിൽ എടുക്കുന്നു. അതായത് തമിഴും തെലുങ്കിലും. തമിഴില് വന്ന് FG രാമചന്ദ്രൻ, തെലുങ്കില് NT രാമറാവു. അപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തെലുങ്കിൽ ചെയ്യുന്നത് ശാരദയായിരുന്നു. നമ്മുടെ ശാരദയില്ലേ, ശാരദയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്നറിയോ, അന്നത്തെ റേറ്റിന് വേറെ ഒരു ഭാഷയിൽ ഒരു പടം എടുക്കാൻ വെച്ചാൽ ഇപ്പൊ ഒക്കെ റൈറ്റ്സ് ഒക്കെ മേടിച്ച് അങ്ങനെയല്ലേ മേടിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ഈ ലൈറ്റപ്പിൽ ഞാനും നിങ്ങളിരുന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാനും MGR കൂടെ ഞാൻ ചോറ് വിളമ്പുന്ന ഒരു ഷോട്ട്. അവിടെ വന്ന് ശാരദയും അവിടെ ഇരിക്കുകയാണ്, ശാരദയും NTR രാമറാവും. ഈ ഷോട്ട് കഴിഞ്ഞോടെ ഞങ്ങൾ 2 പേരും പോയി അങ്ങോട്ടിരിക്കും, അവർ 2 പേരും വന്ന് ഇവിടെ ഇരിക്കും. അപ്പൊ ആ ലാംഗ്വേജിൽ അവർ തെലുങ്കിൽ അവർ സംസാരിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴിലോ സംസാരിക്കും. അങ്ങനെയാണ് റീമേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അന്നത്തെ. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതായത് കറുത്തൊരു തുണി ഇങ്ങനെ പൊത്തിച്ച് വെച്ചിരിക്കുന്നു, അതെന്താ സാധനം ചോദിച്ചു ഞാൻ. അവര് പറഞ്ഞു അതാൻ ക്യാമറ എന്ന് പറഞ്ഞവര്. അതുപോലെ എനിക്കറിയില്ലായിരുന്നു. ശരിക്കും അമ്മയ്ക്ക് ഫസ്റ്റ് അഭിനയിക്കുമ്പോ അമ്മ അഭിനയിക്കുന്ന ഇതുവരെ ചെയ്തിട്ടുമില്ല. പക്ഷെ അമ്മയ്ക്ക് അതിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും വലിയൊരു ഫിലിം ഒരു പേടിയും ഇല്ല. എനിക്ക് MGR അറിയില്ല. ഞാൻ പടമേ സിനിമയെ കണ്ടിട്ടില്ല. ഒരു സിനിമ കണ്ടിട്ടുണ്ട്, പണ്ടും കാണും ഒരു സിനിമ ചെറുപ്പത്തിൽ. പിന്നെ വന്ന് സത്യം സാർ ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലല്ലേ നമുക്ക് അവരോട് ഒരു ഭയങ്കര ഒരു മര്യാദയൊക്കെ തോന്നുള്ളൂ. അവരെ പറ്റി അറിഞ്ഞില്ലെങ്കിലോ അറിയില്ല. അത് കാരണം എനിക്ക് യാതൊരു പേടിയില്ല. അഭിനയിക്കാനും പേടിയില്ല. അഭിനയിക്കാനും പേടിയില്ല. എനിക്ക് വലിയ താല്പര്യമില്ല അഭിനയിക്കാനൊക്കെ. അയ്യോ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അമ്മ അഭിനയിക്കാൻ പറഞ്ഞു, അഭിനയിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അഭിനയിക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല? പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ മെരിലാൻഡ് അൽത്താര എന്നൊക്കെ ഒരു പടത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിയായിട്ടൊക്കെ അഭിനയിച്ചത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് സിനിമ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ കാണുന്നതാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ, കാശ് മാത്രമല്ലല്ലോ എന്നൊക്കെ പിന്നെയാണ് എനിക്ക് ഒരു പഠിക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് 3 ഫിലിം അമ്മ ഡയറക്ട് ചെയ്തത്. അപ്പം ഈ ഒരു ഇത്രയും പ്രതിഷേധം ഇവിടെ ഉണ്ടെങ്കിലും അമ്മ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഐ ക്യാൻ ഡയറക്ട് എ മൂവി എന്ന് അമ്മ തീരുമാനിക്കുക. ഈ കോൺഫിഡൻസ് ലെവലൊക്കെ അമ്മ എങ്ങനെയാച്ചാൽ എനിക്ക് ഈ ഡയറി എഴുതുന്ന പരിചയം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പൊ ഡയറി എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് എഴുത്തിലൂടെ നമുക്ക് താല്പര്യം വരും, എഴുതാൻ തോന്നും. അന്ന കാലത്ത് എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ പുറത്തിലുള്ള മരത്തിൽ ഒരുപാട് കിളികളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുതില്ല നമ്മൾ. അങ്ങനെ ഞാൻ കഥ എഴുതാൻ തുടങ്ങി. കൊച്ചു കഥകളൊക്കെ എഴുതി. അപ്പോൾ ഞാൻ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയില്ല. ഒരു ഷോട്ട് ഇപ്പോൾ ഈ ഒരു ഷൂട്ടിങ് നടക്കുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞോണ്ട് ഒരു ഷോട്ട് കഴിഞ്ഞോണ്ട് എല്ലാവരും പുറത്ത് പോയിരുന്ന് സംസാരിക്കും. ഞാൻ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഈ ഡയറക്ടർ എന്ത് ചെയ്യുന്നു, ഈ ക്യാമറ എന്ത് ചെയ്യുന്നു, എത്ര ട്രോളി ഇടുന്നു, എവിടെയാണ് ക്ലോസപ്പ് വെക്കുന്നത്, എവിടെയാണ് ലോങ് ഷോട്ട് വെക്കുന്നത്, എവിടെയാണ് സിനിമയെ പഠിക്കാൻ. അതൊരു പഠിക്കാൻ വേണ്ടിയല്ല, ഇൻട്രസ്റ്റ് എനിക്ക്. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നി, അത് പറയും ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കാൻ തുടങ്ങിയതാ. അപ്പോൾ ഞാൻ സത്യൻ സാറോട്, അടുത്ത് സത്യൻ സാറൊക്കെ ഉണ്ടാവും, ഞാൻ പറയും ഇവിടെ ഒരു ക്ലോസപ്പ് വെക്കണ്ടേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യം പറയുമ്പോൾ ഒരു ക്ലോസപ്പ് വേണ്ടേ സാറെന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ വേറെ ജോലിയില്ല, നമുക്ക് വന്ന് അഭിനയിച്ച് നമുക്ക് പോവാമെന്നൊക്കെ സത്യൻ സാറും പറയും. അവരാരും ഡയറക്ടർ അല്ലാതെ പറയാതല്ല ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. പക്ഷെ ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബാംഗ്ലൂരിൽ ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് പോയിരുന്നു. അവിടെ ഒരു വീട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ളൊരു വീട്. കാർപ്പറ്റൊക്കെ ഇത്രയും പൊക്കമുള്ളൊരു കാർപ്പറ്റൊക്കെ ഉള്ളൊരു നല്ല, ആ സ്ത്രീ വെച്ചാൽ ആ വീട്ടിലുള്ള അമ്മ ഒരു മാസത്തിലൊരു പ്രാവശ്യം എല്ലാം വന്ന് മാർബിളിലുള്ള താഴെയൊക്കെ വന്ന് വൈറ്റ് കാർപ്പറ്റ് മാർബിളുള്ള ഇതൊക്കെ വെച്ചിട്ട് ചെയ്യും. ഒരു അടുത്ത മാസം വന്ന് മുഴുവനും വന്ന് എല്ലാം ബ്രാസിൽ റീഅറേഞ്ച് ചെയ്യും. അവർക്ക് വീടിൻ്റെ അകത്ത് സ്വർഗം പോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വീട് വല്ലവർക്കൊക്കെ കാണിക്കണം, മലയാളികളെ കാണിക്കണം എന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കും, ഞങ്ങളുടെ വീട്ടിലെ ഷൂട്ടിങ് ഇന്നൊക്കെ വാടക കൊടുക്കണമല്ലോ. അന്നൊന്നും വാടകയൊന്നും വേണ്ട, അവർ കെഞ്ചി നമ്മുടെ വീട്ടിൽ വന്ന് ഷൂട്ടിങ് എടുക്കണമെന്ന്. അങ്ങനെ അവരുടെ വീട്ടിൽ ഷൂട്ടിങ്ങിന് പോയിരുന്നു. ഞങ്ങൾ സീൻസൊക്കെ എടുത്ത് ഞാൻ, നസീർ സാറ്, സത്യൻ സാറ് എല്ലാവരും ഉള്ള ഒരു പടമായിരുന്നു. അപ്പം അതിലൊരു വലിയൊരു ഡയറക്ടറിൻ്റെ പേര് പറയില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ
ഒരു 2 ദിവസം ഷൂട്ടിങ്, ഒരു ദിവസം ലാസ്റ്റ് ദിവസത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് ഞങ്ങളെ കാത്തിരിക്കുന്നു, ഡയറക്ടർ വരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഡയറക്ടർ വന്നടാവാടെ ആ കാർപ്പറ്റിൽ അങ്ങനെ അങ്ങ് ഛർദ്ദിച്ചു. അയ്യോ, ആ സ്ത്രീയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചു വേദന വന്നു. അവർ ആ വീട് പൊന്നുപോലെ വെക്കുന്ന വീടാണ്. അവർ പറഞ്ഞു നോ 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 നോ, ഇനി നിങ്ങൾ ഈ വീട്ടിൻ്റെ അകത്ത് ഷൂട്ടിംഗ് എടുക്കാൻ പാടില്ല, ഇപ്പം നിങ്ങളെല്ലാം പുറത്ത് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കിയവർ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഷൂട്ടിങ് അത് കണ്ടിന്യൂറ്റിയാണ്, വീട് കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ഡയറക്ടറെ പിടിച്ച് കൊണ്ടുപോയി കാറിലിട്ടിട്ട് കൊണ്ടുപോയി റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആരും ഇത് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ സത്യൻ സാർ എന്നോട് പറഞ്ഞു, ഷീല എപ്പോഴും പറയില്ലേ ഈ ഷോട്ട് ഇങ്ങനെ വെക്കണം, ഈ ഷോട്ട് ഇങ്ങനെ വെക്കണം. ഇനി 3 സീനുണ്ട്, ചെറിയ സീനാണ്, 3 സീനുണ്ട്. ഷീല തന്നെ ഡയറക്റ്റ് ചെയ്തത്, ഞങ്ങൾ അഭിനയിക്കാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു 11 മണി മുതൽ 6 മണി ടൈം ആ സ്ത്രീ കൊടുത്തിരിക്കുക. 6 മണിക്ക് മുമ്പ് 3 സീന് ഞാൻ തീർത്തു. വെരി ഗുഡ്. അവിടെ ആദ്യത്തെ എല്ലാവരും ഒരു ഫുൾ ഷോട്ട് എടുക്കും. ഇപ്പോൾ സീരിയൽ എടുക്കുന്നില്ല, അതുപോലെ ഫുള്ളായിട്ട് സീൻ മുഴുവനായിട്ട് എടുക്കാൻ പറഞ്ഞു. പിന്നെ ക്ലോസപ്പ് വെച്ചു, പിന്നെ സജീഷൻ ഷോട്ട് വെച്ചു. ഇങ്ങനെ വെച്ച് ആ ലാസ്റ്റ് കഴിഞ്ഞോണ്ട് എല്ലാവരും കൂടി കൈത്തട്ടി. വെരി ഗുഡ്. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കൊരു നടിയേക്കാൾ വലിയ സന്തോഷമായി പോയി, എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഉടനെ പാക്കപ്പായി ആ സ്ത്രീയോട് ഞങ്ങളെല്ലാം കൂടി മാപ്പൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ വന്നു. പിറ്റേ ദിവസം ആ ഡയറക്ടർ വന്ന് എൻ്റെ അടുത്ത് വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞു. ഇന്ന് ഇപ്പോൾ ഇതിലൊക്കെ ഇതുണ്ടല്ലോ, അതല്ല, അന്നൊക്കെ വ്യൂ ഫൈൻഡറിലാണ് ഞങ്ങൾ നോക്കുന്നത്. ഇങ്ങനെ ഏതാണ്, എങ്ങനെയാണ് ഈ ഷോട്ട് ഇവിടെ എങ്ങനെയെന്ന് പറയും. ആ വ്യൂ ഫൈൻഡർ കൊടുത്ത് എൻ്റെ കയ്യിൽ കൊടുത്തു. ഇനി നിങ്ങൾ ഡയറക്ടർ ആയിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു സാർ സോറി, ഞാൻ അതിനുവേണ്ടി ഇവരെല്ലാം കൊണ്ട് പറഞ്ഞത് കാരണമാണ് എടുത്തത്, ഞാൻ സാറിന് പകരക്കാരിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ പിന്നെ എഴുതുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് യക്ഷഗാനം എന്നുള്ളൊരു പടം. ഇപ്പോൾ അരൺമനയിൽ നിന്നൊക്കെ വന്നില്ലേ ഒരു പടം, അതാണ് യക്ഷഗാനം. ആ യക്ഷഗാനം എന്നുള്ളൊരു പടം വന്ന് കഥ എഴുതി, അത് സ്ക്രീൻ പ്ലേ എഴുതി, ഡയലോഗ്സ് മാത്രം വേറെ ഒരാൾ വന്ന് SL പുരമാണ് ഡയലോഗ്സ് എഴുതിയത്. വയലാർ വർമ്മയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. പാട്ട് വന്ന് MS വിശ്വനാഥൻ പാട്ടായിരുന്നു. എല്ലാം ഇത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്താൽ മധു സാറിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നാസീർ സാറും അവർക്ക് ഭയങ്കര ബിസി. മധു സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പടം എടുക്കണമെന്നുണ്ട്, ഡേറ്റ്സ് തരുമെന്നോ. തരാമല്ലോ, കഥ കേൾക്കണ്ട ഷീലല്ലേ പറയുന്നത്, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു മധു സാർ. അങ്ങനെ മധു സാർ ആയിരുന്നു അതിലെ ഹീറോ. എല്ലാ ആർട്ടിസ്റ്റും, അന്നത്തെ ഉള്ള എല്ലാ ആർട്ടിസ്റ്റും അഭിനയിച്ചൊരു പടമായിരുന്നു. അങ്ങനെ ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു. നല്ല ആ പടമാണ് 1000 ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു കഥ തമിഴിൽ പഞ്ചോരണാചലം എന്ന് പറഞ്ഞ്, അത് കണ്ണദാസ് എന്ന് പറയുന്ന ഒരാളുടെ സഹോദരനാണ് പഞ്ചോരണാചലം. അങ്ങേര് വന്ന് എൻ്റെ അടുത്ത് കാശും കൊടുത്ത കഥ മേടിച്ചു. ഈ കഥ നല്ല കഥ. അങ്ങനെയാണ് 1000 ജന്മങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റാണ് അരൺമന 2, അരൺമന 3 ഒക്കെ. Let's cook with love.